വീട്ടിലെ വാഷിംഗ് മെഷീനിൽ നിന്ന് അപ്പടി വെള്ളം പുറത്തേക്ക് വരുമായിരുന്നു. കണ്ടോ, ഇവിടെ നിറച്ചും വെള്ളം കിടക്കണത്. ഈ പണിയൊക്കെ നമ്മളൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ മിനിമം ഒരു 60 pounds ആയിരിക്കും സ്റ്റാർട്ടിങ്, ഏറ്റവും കുറഞ്ഞത്. പ്ലസ് പിന്നെ പാർട്സ്, പിന്നെ അവർ 1 മണിക്കൂർ കൂടുതൽ 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 100 pounds ഒക്കെ മേടിച്ചെന്നിരിക്കും. പക്ഷെ നമുക്കിത് ജസ്റ്റ് സ്ക്രൂ അഴിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇന്നലെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ നോക്കിയപ്പം ആ ലീക്ക് കണ്ടു, അവിടെ ഒരു ക്രാക്ക് വന്നേക്കുന്നത്. അത് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൻ്റെ പുറത്തുള്ള കേസിങ്ങിനാണ് ലീക്ക്, അതിൻ്റെ അടിയിൽ. കാരണം അതിലാണ് വെള്ളം വന്നിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിലേക്ക് വെള്ളം വരുന്നത്. ആ കേസിങ്ങിൻ്റെ അടിയിൽ പൊട്ടൽ വന്നപ്പം ആ പൊട്ടലിലേക്കാണ് ലീക്ക് വരുന്നത്. ലീക്ക് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. ഇത് ഇനി അതിൻ്റെ ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കുകയോ ചെയ്യണത്. ഇന്നലെ വെച്ചത് നന്നായിട്ട് സ്ട്രോങ് ആയി ഫില്ലായിട്ടുണ്ട്. നോക്കാം അതെങ്ങനെയല്ല ഹാർഡായൊന്ന്. അത് ഹാർഡായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ലീക്കില്ല എങ്കിൽ മോട്ടർ ഫിറ്റ് ചെയ്യണം, പിന്നെ ബാക്ക് പാനൽ ഫിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാം. നോക്കിയിട്ട് ലീക്കൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. സംടൈംസ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഫെയിൽ ആവുന്നത് ഈ മോട്ടർ കാരണമായിരിക്കും. അപ്പോൾ ഈ മോട്ടർ ഞാനിപ്പോൾ ഇത് ബാക്കിൽ ലീക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ മോട്ടർ മാറ്റി വെച്ചില്ലെങ്കിലും എളുപ്പമാണ്. കാരണം ഈ മോട്ടറിനൊന്നും വലിയ വിലയില്ല. മേ ബി ഈബേന്നൊക്കെ ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ച് എൻ്റെ പഴയ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡലും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ മോട്ടർ ഇപ്പോൾ ഞാനിത് വെക്കുമ്പോൾ കാണാം എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പുറകിൽ 2 ഹോൾസ് ഉണ്ട്, ഫ്രണ്ടിലും 2 ഉണ്ട്. അത് കയറ്റി വയ്ക്കേണ്ടത് ഇവിടെ അതുപോലെ തന്നെ പുറകിലുമുണ്ട്. അത് 4ലേക്കും ഈ ഹോൾസ് അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ അവിടെ ഫിക്സ് ആയിട്ടിരിക്കും. ഇനി ഈ കേബിൾ കണക്ഷൻ ചിലപ്പോൾ ഈ ബെൽറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാം. അപ്പോൾ ഈ ബെൽറ്റ് മാറാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇത്രയേ ഉള്ളൂ ബെൽറ്റ് ഇടാനായിട്ട്. നമുക്ക് ബെൽറ്റ് ഊരാനാണെങ്കിൽ അതോ ഇവിടെ ഭംഗി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂരിപ്പോരും. ഇടാൻ നേരത്തെയൊക്കെ പോലെ നമ്മളിവിടെ വയ്ക്കുന്നു. പയ്യെ ഇവിടെ വെച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ബെൽറ്റ് വരും. ചേർന്നത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, ലീക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് വർക്ക് ചെയ്യിക്കുമ്പോൾ അറിയാം.